റോക്കിംഗ് ചെയർ എന്ന് പറഞ്ഞാൽ അഥവാ ആട്ടുകസേര എന്ന് പറയും. ഇതിന്റെ താഴെയുള്ള ഈ വളഞ്ഞ ഭാഗം കാരണം ഇത് മുന്നോട്ടും പിന്നോട്ടും ആട്ടാൻ സാധിക്കും. സാധാരണയായിട്ട് വിശ്രമിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും കുട്ടികളെ ഉറക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എഗ് ചെയർ എന്ന് പറഞ്ഞാൽ ഇതൊരു മുട്ടയുടെ ആകൃതിയിൽ തന്നെയാണ്. അതായത് മുട്ടയുടെ ആകൃതിയിൽ ചുറ്റും ഒരു കവചം പോലെ ഉണ്ടാകും. ഇത് ഇരിക്കുന്നവർക്കും ഒരു സ്വകാര്യതയും സുരക്ഷിതവും നൽകുന്നുണ്ട്. ഈ ആധുനിക വീടുകളിലും ഓഫീസുകളിലും ഒരു സ്റ്റൈലിഷ് ഫർണിച്ചർ എന്ന നിലയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് എഗ് ചെയർ. ഇതൊരു അതായത് നമ്മൾ ഒട്ടകം കാണിച്ച എഗ് ചെയർ ആണ്. സാധാരണയായിട്ട് ഈ ബീച്ചുകളിലും പൂൾ സൈഡുകളിലും കപ്പലുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇത് മടക്കി വെക്കാൻ സാധിക്കും. ഭാരം കുറഞ്ഞതുമായ ഇവ ഈ ബീച്ച് സൈഡുകളിലും മറ്റു പൂൾ സൈഡുകളിലും വിശ്രമിക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. ഡെസ്ക് ചെയർ, അതായത് ഡെസ്ക് ചെയർ എന്നും പറയാം, അല്ലെങ്കിൽ ഓഫീസ് ചെയർ എന്നും പറയാം. കമ്പ്യൂട്ടറിന് മുന്നിൽ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെ പ്രധാനമാണ്. അതായത് ഉയരം ക്രമീകരിക്കാനും പിന്നെ കറക്കാനും ചക്രങ്ങൾ ഉപയോഗിച്ച് നീക്കാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാനും സാധിക്കുന്ന ഒരു ഇരിപ്പിടമാണിത്, ഒരു കസേരയാണിത്. ഇനി അടുത്തതാണ് വീൽ ചെയർ. ഇതൊരു വീൽ ചെയർ ആണെന്ന് പറഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്.